പപ്പടം ഇല്ലേ? കാച്ചിയിട്ടില്ല. പോയി കാച്ചിട്ട് വന്നാ പിന്നെ പോ. അതിന്റെ ഒരു കുറവേ ഉള്ളൂ. പപ്പടം അതുണ്ടെങ്കിൽ അങ്ങോട്ട് ഇറങ്ങും. ഹലോ എടാ തെണ്ടി, നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? ആ നയന തുടരെ മെസ്സേജ് അയച്ചോണ്ടിരിക്കുക. ഇപ്പൊ മനസ്സിലാടാ ആത്മാർത്ഥ സുഹൃത്തിന്റെ വില. ഇനി നിനക്ക് ഒന്നല്ല 10 റിസോർട്ട് വാങ്ങിക്കാം. കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള പെണ്ണാവുള്ളൂ. പക്ഷെ കെട്ട് കഴിഞ്ഞാൽ നാട്ടിൽ നിൽക്കാൻ പറ്റില്ലെന്നുള്ളൂ. വിട്ടോണം വല്ല അമേരിക്കയിലേക്കോ ആസ്ട്രേലിയക്കോ വല്ലോ. ഇല്ലെങ്കിൽ വിദ്യയുടെ പിച്ചാത്ത തുമ്പി നീ തീരും. അവന്റെ ഒരു നയനാ പോള്. നിന്നോട് ഞാൻ എന്താ പറഞ്ഞേ? പാർട്ട്നേഴ്സിന് തപ്പാനോ റിസോർട്ട് വാങ്ങാനോ അല്ലേ, അല്ലാതെ എനിക്ക് മാമ പണി ചെയ്യാനല്ല. അല്ലെങ്കിലും നല്ലത് നായൊക്കെ ചേരില്ലെന്നുള്ള പഴഞ്ചൊല്ലുണ്ട്. 10 പൈസയുടെ ഗതിയില്ലവന്, എന്നിട്ട് കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ് ചെയ്യാൻ നടക്കുന്നു. എടാ നിനക്കൊക്കെ ഏതെങ്കിലും ബാങ്കിൽ നിന്ന് ലോൺ കിട്ടും? പോട്ടെ, നിന്റെ അമ്മയെങ്കിലും ഒരു ലോണിന് വേണ്ടി ഗ്യാരണ്ടി ആയിക്കോ? ഇല്ല. ഗ്യാരണ്ടർ ഞാനാണെങ്കിൽ 90% ലോണ് തരാന്ന് ബാങ്ക് പറഞ്ഞിട്ടുണ്ട്. 2.5 കോടി തരാന്ന് പറഞ്ഞു. 2.5 കോടി അല്ലടാ, 2.5 ലക്ഷം. 2.5 ലക്ഷം എന്തിന്? എടാ ഒരു ഓട്ടോ മേടിക്കാൻ. ഓട്ടോയോ? ആർക്ക്? നിനക്ക് തന്നെ. എടാ ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിനക്ക് നാണക്കേടാണെങ്കിൽ ഈ പരിസരം വിട്ട് രാത്രി വേറെ എവിടെങ്കിലും പോയി ഓടിച്ചോ മോനെ. അമ്മ അതിന് കടക്കുന്നു. എത്രയോ ബാല്യക്കാർ ഓട്ടോ ഓടിച്ച് അന്തസ്സായിട്ട് ജീവിക്കുന്നു. ഇനി നീ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതെങ്ങനെ ശരിയാവും? അത് ശരിയാവും. പിന്നല്ല, എന്ത് പറഞ്ഞാലും അവൻ ഓരോരോ ന്യായങ്ങൾ. ಹಲೋ ಅಣ್ಣ, ನಾನು ರುದ್ರ ಅಂತ. ರುದ್ರಯ ಅವತ್ತು ಮೈಸೂರು ಬಸ್ಸಲ್ಲಿ ಪರಿಚಯ ಮಾಡಿಟ್ಟಿಲ್ವಾ? ನಾಪ್ಕೆ ಇಲ್ಲಿ ಅಣ್ಣ. ಹಾ ಹೌದು, ಬಸ್ಸಲ್ಲಿ ನೂರಲ್ಲಿ ಏನಾದ್ರೂ ಕೆಲಸ ಕಡಕು ಬಾ. ಇಲ್ಲಿ ಸೋಲಿ ಕೂಲಿಯೂ ಎದೂ ಇಲ್ಲ. ನಿನ್ಮನ ಕಂಡು നല്ലോണം തോന്നി, അതാ വിളിച്ചു. എന്റെ അണ്ണ എനിക്കേ ഗേൾസ് ഇല്ല, പിന്നെ ഞാനെങ്ങനെ? അണ്ണ യാവത്താದ್ರೂ ಒಂದು സോറി ಮಾಡಿ. എന്തെങ്കിലും വരുമ്പോ ഞാൻ വിളിക്കാം. അതെ അതെ നിന്ന് നാളെ മുതൽ സിദ്ധാർത്ഥൻ ഒരു പുതിയ മനുഷ്യനായിരിക്കും. നീ ഒന്ന് പോടാ, കുറെ കേട്ട് ഞാനിത്.